SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും മകൻ തുഷാർ വെള്ളാപ്പള്ളിയും ധർമ്മസങ്കടത്തിലാണ്. 4 സീറ്റിനപ്പുറം തിരഞ്ഞെടുപ്പിൽ നൽകേണ്ടെന്നാണ് BJPയുടെ തീരുമാനം. BDJS പാർട്ടിക്ക് വളരാൻ ഇനിയും വെള്ളമൊഴിക്കാനാണ് BJPയുടെ നീക്കമെങ്കിൽ അത് സ്വയം കുഴി തോണ്ടുന്നതിന് തുല്യമായിരിക്കുമെന്നും വിലയിരുത്തുന്നു. വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ CPMുമായി നിൽക്കുന്നതും മകനെ NDAയിൽ നിലനിർത്തുന്നതും വ്യക്തിപരമായ കാര്യം മുൻനിർത്തി മാത്രമാണ്. നിലനിൽപ്പിനുള്ള രാഷ്ട്രീയമാണ് അവർ രണ്ടുപേരും പയറ്റുന്നത്. ശബരിമല വിഷയത്തിൽ നിലപാടുകൾ നിന്ന നിൽപ്പിൽ ഇങ്ങനെ മാറ്റി മലക്കം മറിയുന്ന മറ്റൊരു നേതാവും കേരളത്തിലുണ്ടാകില്ല. വെള്ളാപ്പള്ളിമാരുടെ അവസരവാദ നിലപാടിലുള്ള പ്രതിഷേധം BDJS സ്ഥാനാർത്ഥികളോട് ജനങ്ങൾ തീർക്കാൻ ശ്രമിച്ചാൽ അത് BJPക്കും വലിയ തിരിച്ചടിയാകും. BJP സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലും BDJS സാന്നിധ്യം വെല്ലുവിളിയാകും. വിശ്വാസ്യതയാണ് രാഷ്ട്രീയത്തിലും പ്രധാനം. ഏത് പ്രത്യയശാസ്ത്രം മുറുകെ പിടിച്ചാലും വിശ്വാസ്യതയില്ലെങ്കിൽ ജനങ്ങൾ തള്ളിക്കളയും. ശ്രീനാരായണ ഗുരുവിനെ പോലെ മഹാനായ ഒരു വ്യക്തിയിരുന്ന കസേരയാണിത്. വനിതാ മതിൽ സംഘാടക അധ്യക്ഷനായി ആദ്യം രംഗത്ത് വരിക, പിന്നീടത് കഴിഞ്ഞപ്പോൾ പൊളിഞ്ഞെന്ന് പറയുക, സർക്കാർ വഞ്ചിച്ചെന്ന് ഭാര്യയെ കൊണ്ടും മകനെ കൊണ്ടും പറയിക്കുക, ഒടുവിൽ വീണ്ടും പിണറായിയെയും വനിതാ മതിലിനെയും വാഴ്ത്തുക. ഇത് എന്തേർപ്പാടാണ് വെള്ളാപ്പള്ളിക്കുള്ളത്? വാക്കിനും പ്രവൃത്തിക്കും സ്ഥിരതയില്ലാത്ത ഈ വ്യക്തിയെ മുൻനിർത്തിയാണോ നവോത്ഥാനം കെട്ടിപ്പടുക്കാൻ പോകുന്നതെന്നും അണികൾ ചോദിക്കുന്നു. വെള്ളാപ്പള്ളിക്കും മകനും എതിരെയുള്ള കേന്ദ്ര സംസ്ഥാന ഏജൻസിയുടെ അന്വേഷണ കുരുക്കിൽ നിന്നും രക്ഷപ്പെടാൻ മകനെ കാവിപ്പാളയത്തിൽ നിർത്തി ചുവപ്പിനൊപ്പം സഹകരിക്കാനാണ് വെള്ളാപ്പള്ളി നടേശൻ ശ്രമിക്കുന്നത്. UDFനൊപ്പവും ഉമ്മൻചാണ്ടിക്കൊപ്പവും നിന്ന് സകല നേട്ടങ്ങളും ഉണ്ടാക്കിയ ശേഷമാണ് കാവിപ്പാളയത്തിൽ BDJS എന്ന പാർട്ടിയെ വെള്ളാപ്പള്ളി കെട്ടിയത്. ഇതുവഴി NDA തലപ്പത്ത് മകനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. മൈക്രോ ഫിനാൻസ് കേസും സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള പുനരന്വേഷണ സാധ്യതയുമെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ കപട ചുവപ്പ് സ്നേഹമെന്നാണ് ആരോപണം. എൻഫോഴ്സ്മെന്റ് കുരുക്ക് ഭയന്നാണ് മകൻ തുഷാറിനെ വെള്ളാപ്പള്ളി NDAയിൽ നിർത്തുന്നതെന്ന് മുൻ SNDP യോഗം നേതാവ് വിദ്യാസാഗർ തന്നെ ഇപ്പോൾ ആരോപിച്ചിട്ടുണ്ട്. ഒരു കുടുംബത്തിന്റെ വ്യക്തിപരമായ നേട്ടത്തിനും സംരക്ഷണത്തിനും വേണ്ടി അവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഈഴവ സമുദായം നിന്നുകൊടുക്കില്ല. വനിതാ മതിൽ വിജയിച്ചത് പ്രധാനമായും CPMന്റെയും ബഹുജന സംഘടനകളുടെയും സംഘടനാ ശേഷി കൊണ്ടാണ്. അയ്യപ്പ ജ്യോതിയും അയ്യപ്പ സംഘവും വിജയിച്ചതും സംഘപരിവാറിന്റെയും NSSന്റെയും പ്രവർത്തന മികവ് കൊണ്ടാണ്. ഈഴവ വോട്ടുകളിൽ ബഹുഭൂരിപക്ഷവും പരമ്പരാഗതമായി ലഭിക്കുന്നത് ഇടതുപക്ഷത്തിനാണ്. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സംഘപരിവാർ തണലിൽ BJP സംസ്ഥാനത്ത് കരുത്താർജിക്കാൻ ശ്രമിക്കുന്ന പശ്ചാത്തലത്തിൽ CPM ജാഗ്രത പുലർത്തുന്നത് അവരുടെ രാഷ്ട്രീയ അജണ്ട മുൻനിർത്തിയാണ്. അതേസമയം ഇതിന്റെ ഉള്ളിൽ നിന്ന് നേട്ടം കൊയ്യാൻ ശ്രമിക്കുകയാണ് വെള്ളാപ്പള്ളിമാർ. ഇത് തിരിച്ചറിഞ്ഞതിനാൽ 4 സീറ്റിനപ്പുറം നൽകേണ്ടെന്നാണ് തീരുമാനം. ഇനി അവർ ജയിച്ചാലോ എങ്കിലും കാലുമാറും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.